നമ്മുടെ സംഗീതശാഖയിലെ ഏറ്റവും സുന്ദരമായ രാഗമായ യമൻ കല്യാൺ, നമ്മൾ മലയാളത്തിൽ യമുന കല്യാണി എന്ന് പറയും. യമൻ അമീർ ഖുസ്രു ഉണ്ടാക്കിയ രാഗമാണ്. സാന്ദർഭികമായി മറ്റൊരു തമാശയെന്ന് ഞാൻ പറഞ്ഞതാണ്. നമ്മളെ സങ്കടപ്പെടുത്തേണ്ടതും ലജ്ജ കൊണ്ട് തല താഴ്ത്തേണ്ടതുമായ ഒരു കാര്യമാണ്. ഉത്തരേന്ത്യയിലെ മഹാസംഗീതജ്ഞരായ ബ്രാഹ്മണന്മാർ വളരെ കാലം ആ രാഗം പാടിയിരുന്നില്ല. അതിമനോഹരമായ രാഗമാണ്, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രാഗം. കാരണം അതുണ്ടാക്കിയതൊരു മുഹമ്മദീയനാണ് എന്ന ഒറ്റ കാരണം കൊണ്ട്. നാം ലജ്ജ കൊണ്ട് തല താഴ്ത്തേണ്ട ഒരു സംഗതിയാണ്. പക്ഷേ എങ്കിലും നമുക്കൊന്ന് അഭിമാനിക്കാം. ഉസ്താദ് വിലായത്ത് ഖാൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ അന്ന് കർണാട്ടിക് സംഗീതത്തിലെ രാജകുമാരനായിരുന്ന GNB ഇനി എന്ത് ജീവിച്ചിരിക്കണം, സംഗീതം മരിച്ചു എന്ന് പറഞ്ഞ ഒരു ഭ്രാന്തനെ പോലെ റോഡിലേക്ക് ഇറങ്ങിപ്പോയ ഒരു ചരിത്രമുണ്ട്. പിന്നെ ജീവകാലത്ത് മദ്രാസിൽ വിലായത്ത് ഖാൻ വന്നപ്പോൾ വിലായത്ത് ഖാൻ്റെ മുമ്പിൽ ബ്രാഹ്മണ ശ്രേഷ്ഠനായ GNB ദീർഘദണ്ഡ നമസ്കാരം ചെയ്യുകയും ചെയ്യും. ഈ രണ്ട് പാരമ്പര്യവും നമുക്കുണ്ട്. ഞാൻ ഉത്തരേന്ത്യയിലെ സംഗീതജ്ഞരായ ബ്രാഹ്മണന്മാർ ഇത് പാടിയില്ല എന്ന് പറഞ്ഞു ഞാൻ ബ്രാഹ്മണരെ അധിക്ഷേപിക്കുകയല്ല എന്ന്. ഒരു കൂട്ടർ ഇങ്ങനെയുണ്ട്. അതേ കാലത്ത് തന്നെ GNBയെ പോലുള്ള ആൾക്കാരുമുണ്ട്. GNBയും ബ്രാഹ്മണനായിരുന്നു. ആ GNBയാണ് വിലായത്ത് ഖാൻ്റെ മുമ്പിൽ അതിന് GNBക്ക് ഒരുപടി പഴി കേൾക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്.